+2 തുല്യതാ പരീക്ഷയിൽ മുഴുവൻ A+ ആയിരുന്നു കൊണ്ടോട്ടി സ്വദേശിയായ ഫൗസിയയ്ക്ക് ലഭിച്ചത്. പിന്നീട് DLED കോഴ്സിന് ചേർന്ന് പഠിക്കണമെന്നതായിരുന്നു ആഗ്രഹം. എന്നാൽ ചില സാങ്കേതിക തടസ്സങ്ങൾ റിസൾട്ട് വന്ന സമയത്ത് തന്നെ അതിനു മുൻപായി തന്നെ DLEDന്റെ അഡ്മിഷൻ പൂർത്തിയായതോടെ അവർക്ക് പഠിക്കാനുള്ളൊരു സാധ്യത മങ്ങുകയായിരുന്നു. തുടർന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാന്റെ ഒരു ഇടപെടൽ, വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രത്യേക ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നു. പ്രത്യേക അനുമതിയോടുകൂടി DLED പഠിക്കാനുള്ള ഒരു അവസരമാണിപ്പോൾ കൊണ്ടോട്ടി സ്വദേശിയായ ഫൗസിയയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ മന്ത്രി വി അബ്ദുറഹിമാന്റെ വസതിയിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ വെച്ച് മന്ത്രി വി അബ്ദുറഹിമാൻ ഫൗസിയയ്ക്ക് ഈ ഒരു കോഴ്സ് പഠിക്കാനുള്ള അനുമതി പത്രം കൈമാറിയിട്ടുണ്ട്. വളരെ സന്തോഷം നൽകുന്ന, അഭിമാനം നൽകുന്ന ഒരു കാഴ്ച തന്നെയാണ്. ഫൗസിയ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. മുഴുവൻ A+ ലഭിച്ചിരുന്നു സാക്ഷരതാ പരീക്ഷയിൽ. പരീക്ഷ എഴുതാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ പിന്നീട് എങ്ങനെയായിരുന്നു ഇതിലേക്ക് എത്തപ്പെട്ടത്? പക്ഷെ 10 കൂടിയാണ് പഠനം നിർത്തിയത്. പിന്നെ സാക്ഷരതയെക്കുറിച്ച് അറിഞ്ഞ് അതിൽ ചേർന്ന് പിന്നെ 10ഉം +2ഉം നേടിയെടുത്തു. പിന്നീടാണ് DLED പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായത്. അങ്ങനെ DLEDൽ ചേരാൻ ചെന്നപ്പോൾ നമ്മളെ റിസൾട്ട് വന്നപ്പോഴേക്കും അവിടെ കോഴ്സിൻ്റെ അഡ്മിഷൻ അവസാനിച്ചിരുന്നു. പിന്നീട് ഇങ്ങനെ ഒരു വഴി നോക്കേണ്ടി വന്നു. അത് അബ്ദുറഹിമാൻ സാറും ശിവൻകുട്ടി സാറൊക്കെ റെഡിയാക്കി തന്നു. വളരെയധികം സന്തോഷമുണ്ട്. അധ്യാപിക ആവണമെന്നാണ് താല്പര്യം? ആഗ്രഹം അധ്യാപികയാണെന്ന് ആഗ്രഹമുണ്ട്. പഠനം പൂർത്തീകരിക്കണം. പഠിക്കാനുള്ളവർക്ക് ഇവിടെ അവസരമുണ്ട്. അതിന് ശ്രമിച്ച് ഹാർഡ് വർക്ക് ചെയ്താൽ ഏത് മേഖലയിലും നമുക്ക് എത്തിപ്പെടാൻ കഴിയുന്നു, ഉറപ്പാണ്. അതിനുവേണ്ടി പ്രവർത്തിച്ച ഒത്തിരി പേരുണ്ട്. എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. കേരളത്തിൽ ആദ്യമായിട്ടാണ് തുല്യതാ പരീക്ഷയിൽ ഉന്നത വിജയം നേടിയൊരു കുട്ടിക്ക് ഇപ്പോൾ പഴയ TTC അതിൽ അഡ്മിഷൻ ലഭ്യമായിട്ടുള്ളത്. അവരുടെ വലിയൊരു ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹം നമ്മൾ അറിയിച്ചപ്പോൾ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സംസാരിക്കുകയും അദ്ദേഹം അതിന് അനുകൂലമായൊരു നിലപാടെടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് അവർക്ക് ആ ഒരു കോഴ്സിന് ചേരാനും പഠിക്കാനും ഒരു അവസരമുണ്ടായി. ഇതൊരു മാതൃകയാണ്. കാരണം തുല്യതാ പരീക്ഷ എഴുതുന്ന ആളുകൾക്ക് നല്ല രീതിയിൽ കൂടുതൽ ഉയരങ്ങളിൽ എത്തിപ്പെടാൻ കഴിയും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഫൗസിയയിലൂടെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് വിജിത്ത് ഊർക്കടവിനൊപ്പം റിപ്പോർട്ടർ മുബശ്ശർ പി അക്ബർ, ഇൻ റിപ്പോർട്ടർ, തിരൂർ.